ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്ന് ഇപ്പോൾ നിങ്ങൾക്ക് നടന്ന SSLC എക്സാം 2026 മലയാളം 1 ഫസ്റ്റ് ലാംഗ്വേജ് പേപ്പർ 1 മലയാളം 1 അല്ലെ, കേരള പാഠാവലിയുടെ എക്സാം കഴിഞ്ഞു. അതിൻ്റെ ഉത്തര സൂചികയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് അനലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം. SSLC എക്സാമിനേഷൻ മാർച്ച് 2026 മലയാളമായിരുന്നു നിങ്ങളുടെ എക്സാം. ഫസ്റ്റ് ലാംഗ്വേജ് പേപ്പർ 1 ആണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഗുണവും അനവധി ദോഷവുമായതു സ്വതന്ത്രത്തിന്റെ ചിറകുകളാണ്. ഹംസത്തിന്റെ ഈ വാക്കുകളിലെ ആശയം എന്ത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഗുണങ്ങൾ ദോഷമായി തീരുന്നു. അടുത്തത്, അതിനാൽ ഞാനത് 150 പേർക്ക് വിതരണം ചെയ്തു. ഈ വരികളിൽ സൂചിപ്പിക്കുന്നത് എന്ത്? ഓപ്ഷൻ ഡി ആണ്. നവമാധ്യമങ്ങളിലെ സജീവമായ ഇടപെടലുകൾ. മൂന്നാമത്തെ ചോദ്യം, ഇവിടെ പിരിച്ചെഴുതിയവയിൽ ശരിയായത് ഏതെല്ലാമാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 3, 4 ശരിയാണ്. 1 ഏതാ? നീർച്ചുഴി അല്ലെ, നീറും ചുഴിയും. 3 ഏതാ? പെരുമയും, പെരുമ പിന്നെ 4 ഏതാ? 4 തമ്മിൽ. ഓക്കെ, അത് തമ്മിലായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. നാലാമത്തെ, എന്താ കണ്ണടച്ചിരിക്കണേ? പെൺകുട്ടി ചോദിച്ചു. കാണുകയാണ്. കണ്ണടച്ചിരുന്നാൽ കാണും. വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല. ഈ നോവൽ സന്ദർഭത്തിന് യോജിച്ച പ്രസ്താവന ഏത് എന്നാണ്? ഓപ്ഷൻ ബി ആണ്. മനസ്സുകൊണ്ട് എല്ലാം കാണാൻ കഴിയും. 5 മുതൽ 7 വരെ ചോദ്യങ്ങൾക്ക് 3ഓ 4ഓ വാക്യത്തിൽ ഉത്തരം എഴുതുകയാണ്. അപ്പോൾ ഇതിൽ 5, 6 ഞാൻ ഇനി ഉത്തരങ്ങൾ വായിക്കില്ല. ഉത്തരങ്ങൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. ആവശ്യമുള്ളവർ നോട്ട് ചെയ്തെടുത്തുകൊള്ളുക. 5ാമത്തെ ചോദ്യം, പേനയും പടവാളും ശാസ്ത്രവും പ്രേമത്തിന്റെ ഗാനശൈലിയുമായി സഞ്ചരിക്കുന്നു. നിത്യം പ്രയാണം എന്നുള്ളതിലാണ്. മനുഷ്യ പുരോഗതിയെ ഈ വരികളിൽ കവി അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ? വ്യക്തമാക്കുക. അപ്പോൾ നമുക്ക് 3 മാർക്കിന്റെ ചോദ്യമാണല്ലേ ഇത്. അപ്പോൾ ആ 2 ലൈനും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. 6ാമത്തെ ചോദ്യം നോക്കൂ. പറയൂ, മലകളെ, മരങ്ങളെ, കുറിച്യരെ, നിങ്ങൾ ആകെ എത്ര GB? ബത്തേരിക്കടുത്ത് മലങ്കരയിൽ. വർത്തമാനകാല സമൂഹത്തിന്റെ മനുഷ്യത്വമില്ലാത്ത സമീപനം ഈ വരികളിൽ നിന്നും കണ്ടെത്തി എഴുതുകയാണ്. ഇതിനും 3 മാർക്കാണ്. അപ്പൊ നിങ്ങൾ എത്ര എഴുതിയിട്ടുണ്ടായിരിക്കണം? ഇതാ 5ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. 5ാമത്തെ, നമ്മൾ മനുഷ്യന്റെ മുന്നേറ്റം ബുദ്ധിയും ശക്തിയും വികാരവും സമന്വയം വെച്ചുകൊണ്ടുള്ള ഒന്നാണെന്ന് കവി ഈ വരികളിലൂടെ വ്യക്തമാക്കുന്നു. സാഹിത്യത്തെയും കലയെയും സൂചിപ്പിക്കുന്ന പേനയും കരുത്തിന്റെയും പോരാട്ടത്തിന്റെയും പ്രതീകമായ പടവാളും സാങ്കേതിക പുരോഗതിയുടെ അടയാളമായ ശാസ്ത്രവും മനുഷ്യൻ തന്റെ യാത്രയിൽ കൂടെ കൂട്ടുന്നു. ഇതിനോടൊപ്പം സ്നേഹവും വികാരങ്ങളും ചേരുമ്പോഴാണ് മനുഷ്യ പുരോഗതിയുടെ പ്രയാണം പൂർണ്ണമാകുന്നത് എന്ന് കവി സമർത്ഥിക്കുന്നു. മുൻ തലമുറകൾ പണിത അറിവിന്റെ കൽപ്പടവുകളിലൂടെ ബുദ്ധിയും ശക്തിയും വികാരങ്ങളും കൈമുതലാക്കിയാണ് മനുഷ്യൻ നിത്യവും സഞ്ചരിക്കുന്നത്. 6ാമത്തെ നോക്കൂ. 6ാമത്തതിന്റെ ഉത്തരമാണ്. ഇത്ര എഴുതിയാൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും കേട്ടോ. പ്രകൃതിയെയും മനുഷ്യനെയും കേവലം കച്ചവട വസ്തുക്കളായോ ഡിജിറ്റൽ വിവരങ്ങളായോ മാത്രം കാണുന്ന ആധുനിക സമൂഹത്തിന്റെ ക്രൂരമായ മനോഭാവമാണ് ഈ വരികളിൽ തെളിയുന്നത്. മലകളെയും മരങ്ങളെയും കുറുമരെയും കുറിച്യരെയും അവരുടെ സത്തയിലോ ജൈവപരമായ അസ്തിത്വത്തിലോ കാണുന്നതിന് പകരം എത്ര GB പറഞ്ഞാൽ നമുക്ക് അറിയാലേ, ജിഗാബൈറ്റ് ഡാറ്റയാണല്ലേ. ഡാറ്റയിൽ അവയെ ഒതുക്കാമെന്ന അന്വേഷണമാണിത്. പ്രകൃതിയുടെ ചൈതന്യത്തെക്കാൾ സാങ്കേതികമായ അളവുകോലുകൾക്കും കച്ചവട താല്പര്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന സമൂഹത്തിന്റെ മനുഷ്യത്വമില്ലാത്ത സമീപനത്തെ കവി ഇവിടെ പരിഹസിക്കുന്നു. അപ്പൊ നിങ്ങൾ ഈ 3 മാർക്കിന്റെ ഇത് തന്നെ എഴുതണം എന്നില്ല കേട്ടോ. ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റി എഴുതാവുന്നതാണ്, കൂടുതലായിട്ട് എഴുതാവുന്നതാണ്. അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. ഈ 6 കഴിഞ്ഞു. നമ്മുടെ 7ാമത്തെ A ക്വസ്റ്റ്യനും B ക്വസ്റ്റ്യനും ഉണ്ട് അല്ലെ. 7ാമത്തെ A ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദുർബലമായ തണ്ടിൽ നിവർന്നു നിൽക്കാൻ പാടുപെടുന്ന മുഖം താഴ്ത്തിപ്പിടിച്ച 2 ആമ്പൽ പൂക്കളിലേക്ക് നോക്കി നൂർ മുഹമ്മദ് നെടുവീർപ്പിട്ടു. വെള്ളത്തിന് തെളിയാതിരിക്കാനാവില്ല എന്നുള്ളതിലത്തെയാണ്. പെൺകുട്ടിയുടെ മാനസികാവസ്ഥ അവതരിപ്പിച്ചിരിക്കുന്നതിന്റെ ഔചിത്യം വ്യക്തമാക്കുക. അല്ലെങ്കിൽ B ക്വസ്റ്റ്യൻ എന്താ? അയാൾ ചെറുതായൊന്നു ഞെട്ടിപ്പോയി. അയാൾ കുളിക്കാൻ പോയി.
രണ്ട് വാക്യത്തിലും പോയി എന്ന പദത്തിന് ഒരേ അർത്ഥമാണോ വ്യക്തമാക്കുക. ഇതും 3 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിൽ 7 ഉത്തരം വരുന്നത് ഇതാണ്. തടാകത്തിലെ തെളിമ നഷ്ടപ്പെട്ട അവസ്ഥയും അത് പെൺകുട്ടിയിൽ ഉണ്ടാക്കിയ കടുത്ത വിഷാദവുമാണ് ഇവിടെ ആമ്പൽ പൂക്കളിലൂടെ പ്രതീകാത്മകമായി അവതരിപ്പിച്ചിരിക്കുന്നത്. ദുർബലമായ തണ്ടിൽ തലതാഴ്ത്തി നിൽക്കാൻ പാടുപെടുന്ന പൂക്കൾ പരിസ്ഥിതി നാശത്തിൽ മനംതൊന്നു നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ തകർന്ന മാനസികാവസ്ഥയുടെ പ്രതിഫലനമാണ്. ആരും ഉത്കണ്ഠപ്പെടാത്ത പ്രകൃതിയുടെ നാശത്തിൽ ഉള്ളുരുകി നിൽക്കുന്ന അവളുടെ അവസ്ഥയെ സൂചിപ്പിക്കാൻ ഈ പ്രകൃതി ബിംബം വളരെ അനുയോജ്യമാണ്. 7B ആണെങ്കിൽ 2 വാക്യത്തിലും പോയി എന്ന പദത്തിന് ഒരേ അർത്ഥമല്ല ഉള്ളത്. അയാൾ ചെറുതായൊന്ന് ഞെട്ടിപ്പോയി. ഈ വാക്യത്തിൽ പോയി എന്നത് ഒരു അനുപ്രയോഗമാണ്. ഒരു പൂർണ്ണ ക്രിയയുടെ പിന്നാലെ നിന്ന് അതിന്റെ അർത്ഥത്തിന് ചില പ്രത്യേകതകൾ വരുത്തുന്ന സഹായക ക്രിയയാണിത്. ഈ സന്ദർഭത്തിൽ പോയി എന്നത് ഒരു അപ്രതീക്ഷിത സംഭവത്തെയോ അല്ലെങ്കിൽ അമ്പരപ്പിനെയോ സൂചിപ്പിക്കാനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് പോകുക എന്ന ശാരീരികമായ ചലനവുമായി ബന്ധമില്ല. അയാൾ കുളിക്കാൻ പോയി. ഈ വാക്യത്തിൽ പോയി എന്നത് പ്രധാന ക്രിയ തന്നെയാണ്. അത് തന്നെയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരാൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ശാരീരികമായി നീങ്ങുക എന്ന അതിന്റെ സാധാരണ അർത്ഥമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പോയി എന്ന വേർഡിനെ ഇത് ഇത്രയും വലിച്ചു നീട്ടി എഴുതിയില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു പോയി എന്നുള്ളത് എന്താണെന്ന് നിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇത്രയും വലിയ ആൻസർ വേണമെന്ന് നിർബന്ധമില്ല. സാധാരണ രീതിയിൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കും. ഇനി 8 മുതൽ 11 വരെ നിങ്ങൾ 5 മാർക്കിന്റെ ആൻസർ ആണ് എഴുതേണ്ടത്. ഇനി അങ്ങോട്ട് ആൻസേഴ്സ് ഞാൻ വായിക്കില്ല. നിങ്ങൾക്ക് ആൻസേഴ്സ് ഇതിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. 8ാമത്തെ ചോദ്യം എന്താ? ഈ ലോകത്തിൽ അവനെ തിരിച്ചറിഞ്ഞ ഒരാളേ ഉള്ളൂ, അത് അവന്റെ അച്ഛനാണ്. സ്കൂളിൽ അവന് കൂട്ടുകാരില്ല. തേൻ എന്നുള്ളതിലത്തെയാണ്. നൽകിയിരിക്കുന്ന സൂചനയും പാഠഭാഗവും വിശകലനം ചെയ്ത് തേൻ എന്ന സിനിമയിലെ അച്ഛനും മകനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ സവിശേഷതകൾ വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുകയാണ്. അപ്പോൾ നോക്കൂ, ഇതാണ് ആൻസർ വരുന്നത്. നിങ്ങൾ വായിച്ചു നോക്കുക. ഞാൻ കുറച്ചു നേരം സ്ലൈഡ് ചേഞ്ച് ചെയ്യാതെ വെക്കാം. അപ്പം 5 മാർക്കിന്റെ ആയതുകൊണ്ട് തന്നെ നമ്മളിതാ കുറച്ചധികം എഴുതണം കേട്ടോ. അപ്പോൾ ഇത്രയും നിങ്ങൾ എഴുതിയിട്ടുണ്ടാവണം. എങ്കിലേ 5 മാർക്ക്. ഇത്രയും തന്നെ എഴുതണം എന്നില്ല, ഇത് തന്നെ എഴുതണം എന്നില്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എഴുതാം. ഓൺ വേർഡ്സിൽ സ്വന്തമായിട്ടുള്ള വാചകങ്ങളിൽ നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും. എഴുതിയാൽ മാത്രം മതി. അത് എന്താണെന്ന് ഒന്ന് വിശദീകരിച്ച് എഴുതണം. അടുത്തത് 9ാമത്തെ ചോദ്യം. കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ കർണസുഖം ഞാൻ പറകയില്ലാരോടും. എഴുത്തച്ഛൻ. ഒരുത്തർക്കും ലഘുത്വത്തെ വരുത്തുവാൻ മോഹമില്ല, ഒരുത്തനും ഹിതമായി പറവാനും ഭാവമില്ല. എന്താ ഹിതം? ഇഷ്ടം. ലഘുത്വം നിസ്സാരത. കുഞ്ചൻ നമ്പ്യാരുടെ വരികളാണ്. 2 കാവ്യഭാഗങ്ങളിലെയും ജീവിത വീക്ഷണം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുകയാണ്. 5 മാർക്കിന്റെ ആണ്. അപ്പൊ 5 മാർക്കിന്റെ നമ്മൾ ഇതുപോലെ നിങ്ങൾ എഴുതേണ്ടതാണ്. ആദ്യത്തെ കർണന്റെ ജീവിതം, നമ്മൾ എഴുത്തച്ഛന്റെ വരികൾ ആദ്യം എന്ത് ചെയ്യണം? താരതമ്യം ചെയ്ത് ഇതുപോലെ എഴുതുക. വായിച്ചു നോക്കുക നിങ്ങളിത്. ശേഷം കുഞ്ചൻ നമ്പ്യാരുടെ ജീവിത വീക്ഷണം, കുഞ്ചൻ നമ്പ്യാരുടെ വരികളും നമ്മൾ എഴുതുക. കല്യാണ സൗഗന്ധികം എന്നുള്ള വരികളാണ്. അത് നമ്മൾ അതിലുള്ള വരികളും ഒന്ന് വിശദീകരിച്ച് എഴുതുക. ശേഷം നമ്മൾ രണ്ടിനെയും താരതമ്യം ചെയ്തും എഴുതുക ഇതുപോലെ. നമ്മൾ എഴുതിയിരിക്കുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ചു നോക്കുക. വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആവും വീഡിയോ, അതുകൊണ്ടാണ് ഞാൻ വായിക്കാത്തത്. നിങ്ങൾക്ക് പൗസ് ചെയ്തത് വായിച്ചു നോക്കാവുന്നതാണ്. അടുത്തത് 10. പട്ടിയെയും മറ്റേ വിശ്വസ്തനെയും മാറി മാറി നോക്കി. പത്രസ്വാമി ചോദിച്ചു, ഉനക്ക് എന്ന വേണം? വെങ്കടേശൻ പറഞ്ഞു, ചീഫ് റിപ്പോർട്ടർ ആകണം. റെസിഡന്റ് എഡിറ്റർ. പത്രമാധ്യമ രംഗത്തെ ദുഷ്പ്രവണതകളെ ആക്ഷേപഹാസ്യ രൂപത്തിൽ അവതരിപ്പിക്കുന്ന കഥയാണോ റെസിഡന്റ് എഡിറ്റർ? നൽകിയ സന്ദർഭവും കഥയും വിലയിരുത്തി നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക. 5 മാർക്കിന്റെ ചോദ്യമാണിത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ തോന്നുന്നത് എന്താണ് എന്ന് അതും എഴുതണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായവും നിങ്ങൾ എഴുതണം. ഇതിൽ വരുന്ന കറക്റ്റ് ആയിട്ടുള്ള കാര്യവും നിങ്ങളൊന്ന് എഴുതണം കേട്ടോ. അപ്പൊ അതിങ്ങനെയാണ് വരിക. കുറച്ച് അധികം എഴുതണം, 5 മാർക്കിന്റെ ആയതുകൊണ്ട് തന്നെ. കണ്ടോ, കുറച്ചധികം എഴുതിയിട്ടുണ്ട് 5 മാർക്കിന്റെ. നിങ്ങൾ എങ്ങനെയാണ് എഴുതിയത് എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് റീചെക്ക് ചെയ്ത് നോക്കുക.
അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് അറിയാൻ പറ്റും. എത്ര മാർക്കല്ല, നിങ്ങൾക്ക് A+ കിട്ടട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എല്ലാ മക്കൾക്കും എല്ലാ കൂട്ടുകാർക്കും A+ തന്നെ ലഭിക്കണം. അപ്പോൾ നിങ്ങൾ ഇത് വിലയിരുത്തിയിട്ട് വേണം ഇനി അടുത്ത് വരുന്ന എക്സാമുകൾക്ക് വേണ്ടി പഠിക്കാൻ കേട്ടോ. 11 എവിടെ നോക്കിയാലും ഒരു തരി മണ്ണ് പോലും കാണാൻ കഴിയില്ല, പല നിറങ്ങളിലുള്ള ടൈൽസ് മാത്രം, മണ്ണും മനുഷ്യനും. സൂചനയും കഥയും വിശകലനം ചെയ്ത് മണ്ണും മനുഷ്യനും എന്ന ശീർഷകത്തിന്റെ ഔചിത്യം പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ചെയ്യാം. മണ്ണും മനുഷ്യനും എന്ന ശീർഷകത്തിന്റെ ഔചിത്യം വെച്ചിട്ട് നിങ്ങൾക്ക് കുറിപ്പ് തയ്യാറാക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ഏത് ചെയ്തിട്ടുണ്ടായിരിക്കണം? 5 മാർക്ക് തന്നെയാണല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ഏത് എഴുതിയാലും മതി. B. കഷ്ടിച്ച് ഏതാനും മാസങ്ങൾ മാത്രം നീണ്ടുനിന്ന ആത്മബന്ധത്തിന്റെ നിറപ്പകിട്ടാർന്ന ദിനങ്ങളുടെ മാധുര്യവും സ്മരണയും അമ്മയുടെ കവിളിൽ കണ്ണീരായി ഒട്ടിനിന്നു. മുരിങ്ങ മരത്തോപ്പിലത്തെ ആണല്ലേ. ഇത്തരത്തിലുള്ള വാക്യങ്ങളാണ് കഥയെ ഹൃദയസ്പർശിയാക്കുന്നത്. ഈ നിരീക്ഷണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. നൽകിയ സന്ദർഭവും കഥയും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് ഇതുപോലെ ചെയ്യുക കേട്ടോ. 11A ഉത്തരമാണിത്. 5 മാർക്കാണ്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ എഴുതണം. പൗസ് ചെയ്തിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. ഇനി 11B ഉത്തരമാണിത്. 5 മാർക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനനുസരിച്ച് എന്തായാലും എഴുതിയിരിക്കണം. ഇനി നിങ്ങൾക്ക് അടിസ്ഥാന പാഠാവലി എക്സാം വരുന്നുണ്ടല്ലോ. കേരള പാഠാവലിയിലേ കഴിഞ്ഞിട്ടുള്ള. അപ്പോൾ അടിസ്ഥാന പാഠാവലി എഴുതുമ്പോഴെങ്കിലും നിങ്ങൾ എപ്പോഴും മലയാളം എഴുതുമ്പോൾ അത്യാവശ്യം മാർക്ക് നോക്കി 1 പേജ് 1.5 പേജൊക്കെ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ 3 മാർക്കാണെങ്കിൽ 1 പേജ് എഴുതിയാലും നമ്മൾക്ക് കുഴപ്പം വരില്ല. 1/2 പേജ് എന്തായാലും ഉണ്ടായിരിക്കണം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, അതുപോലെയൊക്കെ എഴുതുക കേട്ടോ. മലയാളം എപ്പോഴും കുറച്ചധികം നമ്മൾ എഴുതണം. മാർക്ക് നോക്കിയിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ വായിക്കുന്നില്ല. അടുത്ത 12A ആണ്. ചുവടെ നൽകിയ ചോദ്യത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 7 മാർക്കാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 12A നാട്ടുഭാഷകളെ ചവിട്ടി മെതിക്കുന്നതും പട്ടിണി കിടക്കുന്നതും എനിക്ക് അസഹനീയമാണ്. വിദേശ മാധ്യമം നമ്മുടെ കുട്ടികളെ സ്വന്തം മണ്ണിൽ പ്രായോഗികമായി വിദേശീയരാക്കിയിരിക്കുന്നു. മഹാത്മാഗാന്ധി. നഗര കേന്ദ്രീകൃത വിദ്യാലയങ്ങളിൽ മാതൃഭാഷയെ കൈയും കാലും കെട്ടി മൂലയിൽ ഇരുത്തിയിരിക്കുകയാണ്. വീടുകളിലും അതുതന്നെ ഗതി. പ്രകാശ് രാജ്. അപ്പൊ മാതൃഭാഷ നേരിടുന്ന വെല്ലുവിളികൾ എന്നുള്ള വിഷയത്തിലാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. 12A ഉത്തരമാണിത്. വായിച്ചു നോക്കുക പൗസ് ചെയ്തിട്ട്. ഏഴ് മാർക്കാണ്. 7 മാർക്ക് 1 പേജാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 1 പേജ് 1.5 പേജ് ആയാലും പ്രശ്നമൊന്നും വരില്ല. നിങ്ങൾക്ക് മാർക്ക് കിട്ടേ ഉള്ളൂ. കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്ക് ലഭിക്കാതെ പോകും. അപ്പോൾ മാക്സിമം നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അടുത്തത് അല്ലെങ്കിൽ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ആശയം, ആസ്വാദനാംശങ്ങൾ, സമകാലിക പ്രസക്തി എന്നിവ പരിഗണിച്ച് കവിതാഭാഗത്തിന് ആസ്വാദനം തയ്യാറാക്കുക. ഓണമാണ് അല്ലെ. മാനം തെളിഞ്ഞു, മഴ നിലച്ചു, ഓണം എല്ലായിടവും പൂവിരിച്ചു, പാലാണു പെയ്തതിൽ നല്ലി ചൊല്ലു, ചേലാർന്ന തുമ്പമലർ കുടങ്ങൾ, പൊന്നിന്റെ തുള്ളികളാണു പെയ്തൻ നല്ലി മുക്കുറ്റി അങ്കണത്തിൽ, 1000 അല്ലലിൻ നല്ലു നിങ്ങാനന്ദ പൊൻകതിരൊന്നു പോരും, കണ്ണുനീർ തോരുന്നത് എത്ര വേഗം, മണ്ണിനഭിമതം മന്ദഹാസം. അല്ലെ. വൈലോപ്പിള്ളിയുടെ വരികളാണ്. അപ്പൊ ഇതിന്റെ ആസ്വാദനമാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അതിങ്ങനെയാണ്. വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കൂടും കിളിയും എന്ന കവിതയിലെ ഈ വരികൾ പ്രകൃതിയുടെ ഭംഗിയെയും മനുഷ്യന്റെ ജീവിത വീക്ഷണത്തെയും സമന്വയിപ്പിക്കുന്ന ഉത്തമ ഉദാഹരണമാണ്. വായിച്ചു നോക്കുക. ആശയം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പൗസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ആൻസർ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ ഇത് എന്തിനാ ചെയ്തതെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് നിങ്ങൾ എഴുതുന്ന കേരള പാഠാവലി, ഇംഗ്ലീഷ്, എല്ലാ എക്സാമുകളും നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പഠിച്ച് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും A+ തന്നെ ലഭിക്കട്ടെ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ ചോദ്യ പേപ്പറിൻ്റെയും വിശകലനം നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വാച്ച് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.